കോൺഗ്രസ് പണ്ട് ഇന്ത്യ രാജ്യം അടക്കി ഭരിച്ച പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും അപ്പനായിരുന്ന രാജീവ് ഗാന്ധിയെ കൊന്ന കേസിലെ പ്രതികളെ എങ്ങനെയാണ് ഡി എം കെക്കാർ രക്ഷിച്ചത് എന്ന് ഓർത്ത് നോക്കിയാൽ മതി. അവരെ തൂക്കിക്കൊല്ലാൻ സുപ്രീം കോടതി വിധിച്ചതിന് ശേഷവും ഇന്ത്യൻ പ്രസിഡന്റ് തൂക്കൽ ശിക്ഷ നടപ്പാക്കിയില്ല. കാരണം ആദ്യകാലത്ത് വാജ്പേയിയുടെ സർക്കാർ നിലനിന്നിരുന്നത് ഡി എം കെയുടെ പിന്തുണയിലാണ്. അത് കഴിഞ്ഞപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ നിലനിന്നതും ഡി എം കെയുടെ പിന്തുണയിലാണ്. ഡി എം കെ വെറുപ്പിക്കുന്ന ഒരു തീരുമാനം എടുക്കാൻ ആദ്യം വാജ്പേയിക്കും കഴിയുമായിരുന്നില്ല, പിന്നീട് മൻമോഹൻ സിംഗിനും കഴിയുമായിരുന്നില്ല. സ്വന്തം അപ്പനെ കൊന്ന കേസാണ് എന്ന് കരുതിയിട്ടെങ്കിലും ഈ കള്ളപ്പയലുകളെ ശാന്തൻ, മുരുകൻ, പേരറിവാളൻ എന്ന് പറഞ്ഞ് സുപ്രീം കോടതി തൂക്കാൻ വിധിച്ച ഈ ഉഗ്രവാദികളെ പോലും തൂക്കിക്കൊല്ലിക്കാൻ കോൺഗ്രസ്സിന് സാധിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും ശക്തിയുണ്ട് ഡി എം കെക്ക്. ഡി എം കെ വെറുപ്പിക്കാനായിട്ട് ആരും താല്പര്യപ്പെടുകയില്ല. ഒടുവിൽ തമിഴനായ ഒരു ജഡ്ജി സുപ്രീം കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇവർക്കൊക്കെ ശിക്ഷ ഇളവ് ചെയ്ത് അവരെയൊക്കെ മോചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് തമിഴിൻ്റെ ഒരു പ്രത്യേക രീതി.